അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിന്റെ താരീഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം, യോജിപ്പിക്കാം. അപ്പൊ താഴെ 7ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ഒന്നാമത്തെ ചോദ്യം ഫാത്തിമ ബീവിയുടെ മകനാണ്. ബ്രാക്കറ്റിലുള്ളത് നോക്കാം. 17 അബു ഉബൈദ റളിയല്ലാഹു അൻഹു കുറ്റിച്ചിറ മഖ്ദൂം ഒന്നാമൻ. 13 ഉമർ ഖാദി ഹസൻ റളിയല്ലാഹു അൻഹു. അപ്പൊ ഒന്നാമത്തെ എന്താണ്? ഫാത്തിമ ബീവിയുടെ മകനാണ് ഹസൻ റളിയല്ലാഹു അൻഹു. അപ്പൊ അവിടെ ഹസൻ റളിയല്ലാഹു അൻഹു എന്ന് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ വയസ്സ് എത്രയായിരുന്നു? 17. അപ്പൊ അവിടെ 17 എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് ഹിജ്റ 13. അപ്പൊ അവിടെ 13 എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത് മുശ്രിക്കായ പിതാവിനേക്കാൾ തന്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകി. ആര്? അബു ഉബൈദ റളിയല്ലാഹു അൻഹു. അപ്പൊ മുശ്രിക്കായ പിതാവിനേക്കാൾ തന്റെ വിശ്വാസത്തിനായിരുന്നു മുൻതൂക്കം നൽകിയത് അബു ഉബൈദ റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. അഞ്ചാമത്തത് നികുതി നിഷേധ സമരം നടത്തി. ആരാണ്? ഉമർ ഖാദി. ആറാമത്തെ ചോദ്യം ഖാദി മുഹമ്മദ് എന്നവരുടെ ഖബർ കുറ്റിച്ചിറ. ഇനി ഏഴാമത്തത് അഷേഖ് സൈനുദ്ദീൻ അബു യഹിയ. ആരാണ്? മഖ്ദൂം ഒന്നാമനാണ്. ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ് ശരി അടയാളപ്പെടുത്താം. അപ്പോൾ അവിടെ 6ഓളം ചോദ്യങ്ങളും ഓരോ ചോദ്യത്തിനും 3 ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. അപ്പൊ ശരിയായ ഓപ്ഷന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. അപ്പം ഒന്നാമത്തെ ചോദ്യം ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ച മാസം മുഹറം, ഷഅബാൻ, ഷവ്വാൽ. എപ്പോഴാണ്? ഷഅബാനാണ്. അപ്പൊ ഷഅബാൻ എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് ആത്തിക, ഉമ്മു കുൽസൂം, ഫാത്തിമ. അപ്പം ആത്തിക എന്നുള്ളതാണ് അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത് അൽ ഖിലാഫത്തു റാഷിദയുടെ ഭരണ തലസ്ഥാനം. ഖിലാഫത്തു റാഷിദയുടെ ഭരണ തലസ്ഥാനം ഏതാണ്? മക്ക, മദീന, ഇറാഖ്. മദീനയാണ്. അപ്പൊ മദീനക്ക് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തെ ചോദ്യം സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് നഫീസ, ആയിഷ, അസ്മാ. അപ്പൊ അസ്മാ എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തത് മുഗൾ ഭരണകൂടത്തിലെ അവസാന ഭരണാധികാരി ബാദർ ഷാ, ഹുമയൂൺ, അക്ബർ. ആരാണ്? ബാദർ ഷാ ആണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അവസാനത്തെ ഒരു ചോദ്യമാണ് സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവ് കണ്ണിയത്ത്, പാങ്ങിൽ, ഖുതുബി. ആരാണ്? ഖുതുബി ആണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം സമസ്തയുടെ ആദ്യ പ്രസിഡന്റ് ഡാഷ് ആയിരുന്നു. ആരായിരുന്നു? വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അപ്പൊ അവിടെ അത് എഴുതി കൊടുക്കുക. വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് ഹിജ്റ ഡാഷ് വർഷം ഡാഷ് ആയിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. അപ്പൊ ഹിജ്റ 3-ാം വർഷം റമദാനിൽ ആയിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. അപ്പൊ അവിടെ 3-ാം എന്നുള്ളതും റമദാനിൽ എന്നുള്ളതുമാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യം തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഡാഷ് ശപഥം ചെയ്തു. ആരായിരുന്നു ശപഥം ചെയ്തത്? സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. അപ്പൊ അതവിടെ എഴുതി കൊടുക്കുക. നാലാമത്തത് ഔറംഗസീബ് 1688 മുതൽ 1707 വരെ ഇന്ത്യ ഭരിച്ചു. അപ്പൊ അവിടെ പൂരിപ്പിച്ച് എഴുതാനുള്ളത് ഏതെല്ലാമാണ്? 1688 എന്നുള്ളതും 1707 എന്നുള്ളതുമാണ്. ഇനി അവസാനത്തെ ചോദ്യം മാലിക് ഇബ്നു ദീനാർ ഡാഷ് താമസിക്കുകയും അവിടെ ഡാഷ് സ്ഥാപിക്കുകയും ചെയ്തു. അപ്പൊ അവിടെ
കൊടുങ്ങല്ലൂരിൽ എന്നുള്ളതും ഒരു പള്ളി എന്നുള്ളതുമാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി അടുത്ത 4ാമത്തെ പ്രവർത്തനം നോക്കാം. ഉത്തരം എഴുതാം. 8ഓളം ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ ശരിയായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. 1ാമത്തെ ചോദ്യം, ത്വൽഹത്ത് ബിനു ഉബൈദില്ല ബദറിൽ പങ്കെടുത്തില്ല, കാരണം എന്ത്? അപ്പൊ ആ കാരണമാണ് ചോദിക്കുന്നത്. അപ്പം അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് കച്ചവടത്തിനായി. അപ്പോ ഒന്ന് നോക്കാം. 1ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കച്ചവടത്തിനായി ഷാമിൽ പോയതായിരുന്നതിനാൽ. അപ്പോൾ ത്വൽഹത്ത് ബിനു ഉബൈദില്ല ബദറിൽ പങ്കെടുത്തില്ല, കാരണം എന്തായിരുന്നു? കച്ചവടത്തിനായി ഷാമിൽ പോയതായിരുന്നതിനാലാണ് അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത്. ഇനി 2ാമത്തെ ചോദ്യം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ആരാ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ അതവിടെ എഴുതി കൊടുക്കുക. ഇനി 3ാമത്തെ ചോദ്യം, ചേരമാൻ പെരുമാൾ സ്വീകരിച്ച പേര് എന്ത്? താജുദ്ദീൻ. 4ാമത്തെ ചോദ്യം, മഖ്ദൂം ഒന്നാമൻ എന്ന് അറിയപ്പെടുന്നത് ആര്? അഷേഖ് സൈനുദ്ദീൻ അബു യഹിയ. 5ാമത്തെ ചോദ്യം, 1987 മുതൽ 1996 വരെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആര്? ഉത്തരം ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ. ഇനി 6ാമത്തെ ചോദ്യം, ലോകത്തിൽ ഏറ്റവും മനോഹരമായ ജുമാ മസ്ജിദ് ഏത്? ഉത്തരം ഡൽഹി ജുമാ മസ്ജിദ്. ഇനി 7ാമത്തെ ചോദ്യം, മദാഇൻ വിജയത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മദാഇൻ വിജയത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഇനി 8ാമത്തത്, സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു വഫാത്തായത് എവിടെ വെച്ച്? ഉത്തരം അഖീഖ്. അപ്പൊ അഖീഖ് എന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു വഫാത്തായത്. ഇനി 5ാമത്തെ ഭാഗമാണ് വ്യക്തമാക്കാം. അപ്പൊ താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും വ്യക്തമാക്കിയിട്ട് ഉത്തരം എഴുതുക. 1ാമത്തെ ചോദ്യം, അഷറത്തുൽ മുബശ്ശറയിൽ നിന്ന് ഹുജറത്തു ഷരീഫയിൽ മറവ് ചെയ്യപ്പെട്ടവർ അതാരെല്ലാമാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും. അവരെ രണ്ടുപേരെയും എവിടെയാണ്? ഹുജറത്തു ഷരീഫയിലാണ് മറവ് ചെയ്യപ്പെട്ടത്. ഇനി 2ാമത്തത്, അറക്കൽ രാജകുടുംബത്തിന്റെ സ്ഥാപകൻ ആരാണ്? ചേരമാൻ പെരുമാളിന്റെ സഹോദരി ശ്രീദേവിയുടെ മകൻ മുഹമ്മദ് അലി. ഇനി 3ാമത്തെ ചോദ്യം, മഖ്ദൂം രണ്ടാമൻ ജനിച്ച ഹിജ്റ വർഷം സ്ഥലം എവിടെയാണ്? ഹിജ്റ 938 മാഹിക്കടുത്ത ചോമ്പാലി. 4ാമത്തെ ചോദ്യം, മമ്പുറം തങ്ങളുടെ മാതാപിതാക്കൾ. പിതാവ് മുഹമ്മദ് ബിൻ സഹൽ, മാതാവ് ഫാത്തിമ ബിന്ത് അലവി. 5ാമത്തെ ചോദ്യം, അലവി കുടുംബം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 11ാം പേരമകനായ അലവി ഇബ്നു ഉബൈദില്ല എന്നവരുടെ കുടുംബ പരമ്പര അതായിരുന്നു അലവി കുടുംബം. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.